ME308 കേഡ സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊഡ്യൂൾ 2ലെ ആദ്യത്തെ വീഡിയോ ആണ് ഇത്. ഈ മൊഡ്യൂളിൻ്റെ പേര് ട്രാൻസ്ഫോർമേഷൻ ഓഫ് പോയിൻറ്റ്സ് ആൻഡ് ലൈൻസ് എന്നാണ്. സോ ഇതിലെ ടോപ്പിക്കുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. എല്ലാ ടോപ്പിക്കുകളും കറക്റ്റായിട്ട് ഫുള്ള് വായിച്ചു പോകുന്നില്ല. പകരം ഇന്നെടുക്കാൻ പോകുന്ന ടോപ്പിക്കുകളിൽ പ്രധാനപ്പെട്ടത് ഉൾപ്പെടാൻ സാധ്യതയുള്ള ടോപ്പിക്സുകൾ പറയാം. ഫസ്റ്റ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് പോയിൻറ്റ്സ് ആൻഡ് ലൈൻ, 2D റൊട്ടേഷൻ, 2D റിഫ്ലക്ഷൻ ഓർ മിറർ, സ്കെയിലിംഗ് ആൻഡ് കമ്പൈൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഈ മൊഡ്യൂളിൽ മൊത്തമായിട്ട് പറയുന്നത് CAD സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണലായിട്ട് നടക്കുന്ന ഓരോ പ്രോസസ്സുകളെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് ഒരുപാട് പ്രോഗ്രാംസ് ഉപയോഗിച്ചിട്ടാണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ കുറേ അൽഗരിതംസ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇതേപോലെ ഒരു CAD സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഒരുപാട് മാത്തമാറ്റിക്കൽ റിലേഷൻസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ബിഹൈൻഡായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള പ്രോഗ്രാം ആ സോഫ്റ്റ്വെയറിൽ റൺ ആവുന്നതുകൊണ്ടാണ് അവിടെ ഒരു ലൈൻ ആക്ച്വലി ഡിസ്പ്ലേ ആവുന്ന വരുന്നത്. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ലൈനിനെ നമുക്ക് അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റാം, അല്ലെങ്കിൽ ആ ലൈനിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, ആ ലൈനിനെ നമുക്ക് സ്കെയിൽ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. നമ്മൾ ട്രഡീഷണൽ ഡ്രോയിങ് പോലെയല്ല ഈ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന CAD നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ചേഞ്ചസ് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് പോസിബിൾ ആവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ചേഞ്ചസ് വരുത്തുമ്പോൾ എന്താണ് ആക്ച്വലി ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. സോ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് പോയിൻറ്റ്സ് ആൻഡ് ലൈൻ. ആദ്യമായിട്ട് നമ്മൾ 2D ബേസിലാണ് ഇത് തുടങ്ങുന്നത്. 2D ആയിട്ടൊരു പിക്ചർ വരച്ചിട്ട് ആ പിക്ചറിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് വരുത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് വരുത്താൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മൾ വരുത്താറുള്ള ഒരു 3 എണ്ണമാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഒരു 2 എണ്ണം കൂടി 2D ട്രാൻസ്ഫോർമേഷനിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനായിട്ട് നോക്കാം. ദ ട്രാൻസ്ഫോർമേഷൻസ് ആർ യൂസ്ഡ് ടു റീപൊസിഷൻ ആൻഡ് റീസൈസ് 2-dimensional ഒബ്ജക്റ്റ്. 2-dimensional ഒബ്ജക്റ്റിനെ റീപൊസിഷൻ ചെയ്യാനോ അല്ലെങ്കിൽ റീസൈസ് ചെയ്യാനോ, നമ്മൾ ഓൾറെഡി വരച്ച ഒരു ലൈനിനെ ഒന്നുകിൽ അവിടുന്ന് വേറെ പൊസിഷനിലേക്ക് മാറ്റാനോ അല്ലാന്നുണ്ടെങ്കിൽ അതിനെ റീസൈസ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ 1, 2, 3 എന്നുള്ള രീതിയിൽ 3 ടേംസ് ആദ്യം തന്നിട്ടുണ്ട്. ഒന്ന് ട്രാൻസ്ലേഷൻ, ഒന്ന് സ്കെയിലിംഗ്, ഒന്ന് റൊട്ടേഷൻ. ഈ 3 എണ്ണമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. കാരണം ഇതാണ് നമ്മൾ 3 എണ്ണം, ഈ ഒരു 3 എണ്ണമാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. സോ ഫസ്റ്റത്തെ എന്താണെന്ന് നോക്കാം, ട്രാൻസ്ലേഷൻ എന്താണെന്ന് നോക്കാം. സപ്പോസ് നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞു. ആ ലൈൻ ഇപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പോയിൻറ്റിൻ്റെ ഒരു കോർഡിനേറ്റ് 0, 0ലാണ് നിൽക്കണമെന്ന് വിചാരിക്കുക. നമുക്കിനി ആ ലൈനെ നമുക്കൊന്ന് ഡിസ്പ്ലേസ് ചെയ്യണം. അതിനൊരു 1, 3ലേക്ക് മാറ്റണം. അതിനെ നമ്മൾ കോർഡിനേറ്റ് മാറ്റിയിട്ട് അതിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സർട്ടൈൻ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അത് ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ വർക്കൗട്ട് ആയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ലൈൻ ഡിസ്പ്ലേസ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ പൊസിഷൻസ് മാറ്റുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ലൈനിനെ നമുക്ക് സ്കെയിൽ ചെയ്യണം. അതായത് ഇപ്പോൾ ആ ലൈനിൻ്റെ ലെങ്ത് ഒരു 5 cm ആണ്, നമുക്കൊരു 10 cm ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 സ്കെയിലിംഗ് ഫാക്ടറായിട്ട് എടുത്തിട്ട് ആ ഒരു വാല്യൂവിനെ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് 10 ആവും. അപ്പോൾ അങ്ങനെ നമ്മൾ വരച്ച ഒബ്ജക്റ്റുകളെ 2D ഒബ്ജക്റ്റുകളെ വലുതാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ വരച്ചു. ആ ട്രയാങ്കിൾ നമ്മൾ ജസ്റ്റ് ബേസിൽ നമ്മൾ ബേസ് കോണ്ടാക്ട് ചെയ്തിട്ട് ഇരിക്കുകയെന്ന് വിചാരിച്ചോ, താഴെ ഫ്ലോറിൽ ഇരിക്കുകയെന്ന് വിചാരിച്ചോ, നമ്മൾ ഡ്രോയിങ്ങിൽ ഇട്ടാൽ 2D ഡ്രോയിങ്ങിൽ, അല്ലെങ്കിൽ നമ്മൾ XY ലൈനിൽ ടച്ച് ആയിട്ടാണ് അതിൻ്റെ ബേസ് ഇരിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്നിട്ട് നമുക്ക് ആ ബേസിന് ഒരു ഇൻക്ലിനേഷൻ കൊടുക്കണം. അതായത് ആ ഒരു ട്രയാങ്കിളിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമേഷനാണ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനൊക്കെ ഒരു പെർട്ടിക്കുലർ രീതിയുണ്ട്. അതായത് നമ്മൾ പറയണത് ഇപ്പോൾ ലൈനാണെങ്കിൽ ആ ലൈനിൻ്റെ കോർഡിനേറ്റ്സിനെ നമ്മൾ ആദ്യം ഒരു മെട്രിക്സ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ മെട്രിക്സ് ഫോർമാറ്റായിട്ട് ഒന്നെങ്കിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുകയൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻസ് പോസിബിളാക്കി എടുക്കാനായിട്ട് നമ്മൾ ചെയ്യാറ്. ഓക്കെ, ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്ക്വയർ ആണുള്ളതെങ്കിൽ ആ സ്ക്വയറിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ ആദ്യം തന്നെ ഒരു മെട്രിക്സ് ആയിട്ട് എഴുതണം. സോ ഇവിടെ മെട്രിക്സിൻ്റെ കുറച്ച് കാൽക്കുലേഷൻസ് ആണുള്ളത്. ആദ്യം തന്നെ നമുക്ക് 2D ട്രാൻസ്ലേഷനിലേക്ക് കിടക്കാം. ഓക്കെ, 2D ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ 2-dimensional ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു 2D ഒബ്ജക്റ്റിനെ, 2-dimensional എന്ന് പറഞ്ഞാൽ 2D ഒബ്ജക്റ്റാണ്. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് വരച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന് നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആ ഒരു ഒബ്ജക്റ്റിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ ഏറ്റവും ചെറിയൊരു രൂപം ഇവിടെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ചെറിയ രൂപം കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം 2 കോർഡിനേറ്റുകളായിട്ടായിരിക്കും 2D ഉണ്ടാവും, ഒന്ന് XY. അതിൽ അതിൻ്റെ കോർഡിനേറ്റ് പറയുമ്പോൾ തന്നെ ഇപ്പോൾ 1 എന്ന് പറയുമ്പോൾ കോർഡിനേറ്റ് പറയുമ്പോൾ തന്നെ X എന്നുള്ള വാല്യൂ 1ഉം Y എന്നുള്ള വാല്യൂ 1 ആണ്. ഫോർ എക്സാമ്പിൾ, ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2, 3 ആണ് അതിൻ്റെ കോർഡിനേറ്റ് എന്നുണ്ടെങ്കിൽ അതിന് X എന്ന് പറയുന്നത് 2ഉം 3 എന്ന് പറയുന്നത് Y ആയിരിക്കും. സോ നമുക്ക്
ഒരു പെർട്ടിക്കുലർ കോർഡിനേറ്റ് തന്നു കഴിഞ്ഞാൽ ആ കോർഡിനേറ്റിൽ സം വാല്യൂസ് ആഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പുതിയ കോർഡിനേറ്റ്സ് കിട്ടുക അല്ലേ. അതായത് 1 1ൽ നിന്നൊരു കോർഡിനേറ്റാണെന്ന് വിചാരിക്കുക. ആ കോർഡിനേറ്റിൻ്റെ കൂടെ ഒരു +3 അതുപോലെ ഒരു y ആക്സിൽ +3 കൊടുത്തു കഴിഞ്ഞാലാണ് അത് പിന്നീട് എന്തായി മാറുക 4 4 ആയിട്ട് മാറുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ ആഡ് ചെയ്താൽ മാത്രമാണ് ആ കോർഡിനേറ്റ് ചേഞ്ച് ആവുള്ളൂ. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ മാത്രമാണ് നമ്മുടെ ലൈൻ ഡിസ്പ്ലേസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ആണ് നമ്മുടെ നോർമൽ ഒരു കോർഡിനേറ്റ് എന്ന് വിചാരിക്കുക. ഇതൊരു ലൈനാണെന്ന് വിചാരിക്കുക. ഈ ലൈനിൻ്റെ ഒരു കോർഡിനേറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ലൈനിനെ സെയിം ലൈനെ നമുക്ക് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ എക്സിൻ്റെ കൂടെ ഒരു പെർട്ടിക്കുലർ വാല്യൂ നമ്മൾ ആഡ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. ഞാനൊരു 3 ആഡ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ഈ വൈയുടെ അവിടെയും ഒരു പെർട്ടിക്കുലർ വാല്യൂ ആഡ് ചെയ്താൽ മാത്രമാണ് വൈ ആക്സിസിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ എന്താ ചെയ്തത്, രണ്ട് ആക്സിസിലും 3 എന്ന് പറയുന്ന വാല്യൂ അത് മേ ബി സെയിം ആവാം അല്ലെങ്കിൽ സെയിം ആവാതിരിക്കാം. എന്തായാലും രണ്ട് വാല്യൂസ് സെയിമോ അല്ലെങ്കിൽ ഡിഫറൻസ് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത കാരണമാണ് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് പോസിബിൾ ആയത്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് പുതിയ പോയിൻറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ് ഡാഷും വൈ ഡാഷും പുതിയ പോയിൻറ്റ്സ് ആണ്. പുതിയ പോയിൻറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ പഴയ പോയിൻറ്റ്സ് ആയിട്ടുള്ള എക്സിലും വൈയിലും നമ്മൾ പെർട്ടിക്കുലർ ഒരു വാല്യൂ ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഈ ഒരു വാല്യൂസ് ചേർത്തുണ്ടാക്കുന്ന ഒരു മെട്രിക്സിനാണ് നമ്മൾ ട്രാൻസ്ലേഷൻ മെട്രിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ടി എക്സ് ടി വൈ എന്ന് പറയുന്ന സർട്ടൈൻ യൂണിറ്റ്സ് ആഡ് ചെയ്തപ്പോഴാണ് ആ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടായത്. ഇനി അങ്ങനെ ഒരു എക്സാമ്പിളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എക്സ് ഡാഷ് വൈ ഡാഷ് എന്താണെന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ഓഫ് ട്രാൻസ്ലേറ്റഡ് പോയിന്റിൻ്റെയാണ്, അതായത് പുതിയ പോയിന്റ്സിൻ്റെ. എക്സ് വൈ എന്ന് പറയുന്നത് ഒറിജിനൽ നോർമലി ഉണ്ടായിരുന്ന പോയിന്റ്സിൻ്റെയാണ്. ടി എക്സ് ടി വൈ എന്ന് പറയുന്നത് ആണ് നമ്മുടെ മൂവ്മെൻറ്റ്സ്, നമുക്ക് ആവശ്യമുള്ള യൂണിറ്റ്സ്, എത്ര യൂണിറ്റ്സ് ആഡ് ചെയ്ത് വന്നു എന്നുള്ളത്. ഇനി നമുക്ക് അതിനൊരു കോർഡിനേറ്റ് വൈസ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാം. എക്സ് ഡാഷ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ന്യൂ പോയിന്റ്സ്, അതാണ് എക്സ് ഡാഷ് വൈ ഡാഷ് വിൽ ബി ഈക്വൽ ടു എക്സ് വൈ പ്ലസ് ടി. എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഓൾഡ് പോയിന്റ്സ് ആണ് എക്സ് വൈ, പ്ലസ് ടി എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടുള്ള വാല്യൂ നമ്മൾ അവിടെ ആഡ് ചെയ്തു. ദെൻ ദ ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഇസ് ഈക്വൽ ടു ടി എക്സ് കോമ ടി വൈ, അതാണ് നമ്മൾ ട്രാൻസ്ലേഷൻ മെട്രിക്സ് ആയിട്ട് പറയാം. അപ്പോൾ വളരെ ഈസി അല്ലേ, ഇത് വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. കാരണം ഇത് ഡയറക്റ്റ്ലി ഇങ്ങനെ തന്നെ ജസ്റ്റ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ മാത്രമായിട്ട് യൂണിവേഴ്സിറ്റി ചോദിക്കാൻ വളരെ സാധ്യത കുറവാണ്. എന്നിരുന്നാലും ഈ കമ്പൈൻഡ് ട്രാൻസ്ഫോർമേഷൻസ് പറഞ്ഞ പ്രോബ്ലംസ് വരുമ്പോൾ അതിലൊരെണ്ണം എന്തായാലും ഈ ട്രാൻസ്ലേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കണത്, അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കണത് നമ്മുടെ കയ്യിൽ ഒരു റെക്റ്റാങ്കിൾ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ട്രാൻസ്ലേഷൻ മെട്രിക്സ് വെച്ചിട്ട് ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ പ്ലേസ് ഡിസ്പ്ലേസ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോഴത്തെ ന്യൂ പൊസിഷനാണ് ഈ ഒരു ബ്ലൂ ലൈൻസ് വെച്ച് കാണിച്ചിരിക്കുന്നത്. ഓൾഡ് പൊസിഷൻ ഓറഞ്ച് ആയിരുന്നു. ഓക്കെ, ഇനി അവിടെ എന്ത് മാറ്റാണ് വന്നതെന്ന് നോക്കാം. ഏത് വാല്യൂസാണ് അവിടെ ആഡ് ആയിട്ടുള്ളത് നോക്കാം. ആ മെട്രിക്സ് നമുക്കിപ്പോൾ ഒന്ന് എഴുതി വെക്കാം. ഇപ്പോൾ ഇവിടെ നോർമലി 1 1 എന്നായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ്. ഓക്കെ, ഈ ഒരു എഡ്ജിൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു കോർണറിൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1 1 ആയിരുന്നു. അതിന് നമുക്ക് പിന്നീട് എവിടേക്ക് ഡിസ്പ്ലേസ് ആയി, 5 4 എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്കാണ് ഡിസ്പ്ലേസ് ആയത്. അപ്പോൾ അതിൽ 1ൻ്റെ കൂടെ എത്ര ആഡ് ആയിട്ടുണ്ട്, 1ൻ്റെ കൂടെ 4 ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ വൈ ആക്സിനെ റെപ്രസെൻറ്റ് ചെയ്യണ 1ൻ്റെ കൂടെ 3യും ആഡ് ആയിട്ടുണ്ട്. ഇതേ ഒരു വാല്യൂ തന്നെയാണോ എല്ലായിടത്തും ആഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അടുത്ത വാല്യൂ നോക്കി കഴിഞ്ഞാൽ 4 1 ആയിരുന്നു അടുത്ത കോർഡിനേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഈ 4 1ൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ 4 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 4 കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 4 + 4 = 8 നമുക്ക് കിട്ടി. അതുപോലെ തന്നെ 1 + 3 നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ അതിനൂടെ 4 കിട്ടി. സോ നമ്മുടെ അസംഷൻ റൈറ്റ് ആയിരുന്നു. ഇവിടെ ആഡ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് 4 3 തന്നെയാണ്. അപ്പോൾ ഈ 4 3 എന്ന് പറഞ്ഞ വാല്യൂസ് ഈ എല്ലാ കോർഡിനേറ്റുമായിട്ട് ആഡ് ചെയ്തപ്പോൾ നമുക്ക് പുതിയ കോർഡിനേറ്റ് വാല്യൂസ് കിട്ടി. ദാറ്റ് ഈസ് 5 4 8 4 8 8 5 8. ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ് 2D ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായെന്ന് ഇരിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ വരച്ചാൽ മാത്രം പോരാ, നമ്മളൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിനും ചെയ്തുകൂടി എഴുതിയാൽ മാത്രമാണ് നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് മാർക്ക് തരുള്ളൂ.
ഓക്കെ. അപ്പോൾ ഇനി അടുത്തൊരു പ്രോബ്ലം ആയിട്ട് തന്നിട്ടുള്ളത് പ്രോബ്ലം 2.1 തന്നിട്ടുള്ളത്. അത് രണ്ട് രീതിയിൽ ചോദിക്കാട്ടോ നമുക്ക്. ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ മെട്രിക്സ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള യൂണിറ്റുകൾ നമുക്ക് നേരിട്ട് തരും. TXും TYയും വാല്യൂസ് തരും. എന്നിട്ട് നമ്മളോട് ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറയും. അതല്ല എന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ പോയിന്റും ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സും തന്നതിന് ശേഷം അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നടന്നിട്ടുള്ള ആ ഒരു ട്രാൻസ്ലേഷൻ എത്രയാണെന്ന് ചോദിക്കും. അങ്ങനെയും സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം. റെഫർ ദ ഫിഗർ എ. ഇതാണ് നമ്മുടെ ഫിഗർ എ. The line is represented by end points x1, y1 and x2, y2. Translate a line of end points P25, Q78 to a new position P-96, Q-1517. അപ്പോൾ ഇവിടെ നമുക്ക് ട്രാൻസ്ലേഷൻ മെട്രിക്സ് ആയിട്ടുള്ള TXO TYO നമുക്ക് ഇവിടെ തന്നിട്ടില്ല. ഇത്ര യൂണിറ്റ് എക്സിൽ ആഡ് ചെയ്യണമെന്നും ഇത്ര യൂണിറ്റ് വൈയിൽ ആഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എക്സിലും വൈയിലുമായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട ട്രാൻസ്ലേഷൻ മെട്രിക്സ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. സോ TX ആൻഡ് TY ആർ അൺനോൺ. പക്ഷെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. വലിയ നോളജ് ഒന്നും വേണ്ട അതിന്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ പുതിയ പോയിന്റ് തന്നിട്ടുണ്ട്. പഴയ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് പുതിയ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ട്രാൻസ്ലേഷൻ മെട്രിക്സ് കിട്ടും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഒരു മെത്തേഡ് വഴി ചെയ്യണം. അതാണ്, അത്രേ ഉള്ളൂ. നമ്മളൊരു പാറ്റേണിൽ എഴുതി പോകണം. അതിനാണ് നമുക്ക് മാർക്ക്. സോ പറയുന്നുണ്ട് ദ പോയിന്റ് P is 2 units from y axis and 5 units from x axis. The point Q is 7 units from y axis and 8 units from x axis. Now the line is represented by a matrix. നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ലൈനെ, അപ്പോൾ ഈ ഒരു പിക്ചേഴ്സ് ഇങ്ങനെ വരയ്ക്കുന്നത് മസ്റ്റാണ് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പിക്ചേഴ്സ് വരയ്ക്കുന്നത് മസ്റ്റാണ്. അത് വിട്ടുപോരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പഴയ പൊസിഷനുള്ള 2, 5ഉം 7, 8 ആയിട്ടുള്ള ഒരു ലൈൻ നമ്മൾ ആദ്യമേ വരച്ചു. എന്നിട്ട് അതിന് ഒറിജിനൽ ലൈൻ പേര് കൊടുത്തു. അതുപോലെ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ലൈനിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ട്രാൻസ്ലേറ്റഡ് ലൈൻ നമ്മളിവിടെ വരച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ട്രാൻസ്ലേറ്റഡ് മെട്രിക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ 9 - 2 ചെയ്ത് നോക്കുക. അതായത് താഴെയുള്ള P എന്ന് പറയുന്ന കോർഡിനേറ്ററിൻ്റെ എക്സ് ആക്സിലെ രണ്ട് വാല്യൂസ് തമ്മിൽ മൈനസ് ചെയ്ത് നോക്കി. 9ഉം 2 ആയിരുന്നു. അത് പുതിയതിലെ 9ഉം പഴയതിൻ്റെ 2 ആയിരുന്നു. സോ അത് തമ്മിൽ ഡിഫറൻസ് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 7 ആണ് നമുക്ക് വാല്യൂ കിട്ടുക. ഇതേപോലെ നമുക്ക് ഫസ്റ്റ് പോയിന്റിൻ്റെ അതായത് Pയുടെ Y വാല്യൂസ് തമ്മിലൊന്ന് ഡിഫറൻസ് ചെയ്ത് നോക്കാം. അത് 6ഉം 5ഉം ആയിരുന്നു. അപ്പോൾ നമുക്ക് 1 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലത്തെ കോർഡിനേറ്റർ അതായത് Q എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് അവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ 15 ആയിരിക്കും. 15 - 7. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 ആൻസർ കിട്ടി. അതുപോലെ അവിടുത്തെ അതായത് Q എന്ന് പറയുന്ന പോയിന്റിലെ Y ആക്സുകൾ തമ്മിൽ നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. അത് അടുത്ത Y ആക്സ് എന്ന് പറയുമ്പോൾ 17 - 8 ആണ് വരിക. സോ അവിടെ 9 കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 4 പോയിന്റ്സിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ 4 വാല്യൂസിൽ ഉണ്ടായിട്ടുള്ള ട്രാൻസ്ലേഷൻസ് നമുക്ക് ഈസി ആയിട്ട് കിട്ടി. ഫസ്റ്റ് ഒറിജിനൽ ലൈനിൻ്റെ കൂടെ ഇതേപോലെയുള്ള 4 വാല്യൂസ് ആഡ് ചെയ്തപ്പോഴാണ് ഈ പുതിയ ട്രാൻസ്ലേറ്റ് ആയിട്ടുള്ള മെട്രിക്സ് കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലായി. അത് ഈസി ആയിട്ട് നമുക്ക് ജസ്റ്റ് ലോജിക്കലി നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലൈനിനെ നമ്മളൊരു മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. 2, 5, 7, 8 എന്ന് പറയുന്ന ആ ഒരു ലൈനിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഇതേപോലെയാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. ലൈൻ PQ = x1, y1, x2, y2 = 2, 7, 5, 8 നമ്മൾ ആദ്യമേ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ. ഇനി ഫസ്റ്റ് P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടായിട്ടുള്ള ട്രാൻസ്ലേഷൻസ് എന്താണെന്ന് നോക്കാം. അത് 7, 1 ആണ്. നമ്മൾ കണ്ടുപിടിച്ച പോലെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. 7, 1 എന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അതേപോലെ തന്നെ അപ്പോൾ ഫസ്റ്റ് Pക്ക് ഉണ്ടായ ട്രാൻസ്ലേഷൻ 7, 1 എന്നിട്ടൊരു മെട്രിക്സ് ആഡ് ചെയ്തുക. അതുപോലെ Qക്ക് ഉണ്ടായിട്ടുള്ളത് 8, 9 ആയിരുന്നു. അതും 8, 9 എന്നുള്ള രീതിയിൽ ഒരു മെട്രിക്സ് ആഡ് ചെയ്തുക. സോ നമ്മുടെ ടോട്ടൽ ലൈനിൻ്റെ മെട്രിക്സ് പ്ലസ് ടോട്ടൽ ട്രാൻസ്ലേഷൻ മെട്രിക്സ് = പുതിയ പോയിന്റിൻ്റെ മെട്രിക്സ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് എഴുതാം. ഓക്കെ. ഈ മെട്രിക്സ് എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുന്നിരിക്കുന്നു. അതായത് Pയിൽ 7ഉം 1 ആണ് ചേഞ്ച് വന്നത്. Qയിൽ 8ഉം 9 ആണ് ചേഞ്ച് വന്നത്. അത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വെർട്ടിക്കലായിട്ട് എഴുതിയെന്ന് മാത്രം. 7, 1, 8, 9 വേറെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇതിനായിട്ട് ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പുതിയ മെട്രിക്സ് നമുക്ക് കിട്ടുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അങ്ങനെ ഫൈനൽ നമ്മുടെ പുതിയ മെട്രിക്സ് ആയിട്ടുള്ള 9, 15, 6, 17 കിട്ടി. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ആദ്യമേ ആ ഫൈനൽ പോയിന്റ്സ് നമുക്ക് തന്നിരുന്നു. ചില പ്രോബ്ലംസിൽ ഫൈനൽ തരില്ല, പകരം ഈ ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള മെട്രിക്സിൻ്റെ വാല്യൂസാണ് തരിക. അങ്ങനെയും വരാനുള്ള സാധ്യത ഉണ്ട്. സോ നമുക്ക് അതിനെ വേണമെങ്കിൽ ഒന്ന് മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. പി ക്യൂ പ്ലസ് ടി സീക്വൽ ടു പി ഡാഷ് ക്യൂ ഡാഷ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ അതിനെ ഒരു വേറൊരു ടേമിലേക്ക് കൂടി എഴുതുകയാണ്. x1 y1 x2 y2 സീക്വൽ ടു dx1 dx2 dy1 dy2 ഈക്വൽ ടു x1 ഡാഷ് x2 ഡാഷ് y1 ഡാഷ് y2 ഡാഷ്. അതായത് ഒന്നുമില്ല, ഈ മെട്രിക്സ് ടി എന്നുള്ളത് ഒരു ചെറിയ സ്മോൾ ഡിഫറൻസ് ആയ കാരണം dx വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. എളുപ്പമാണല്ലോ. ഈ ഒരു ലൈൻ ഇതേപോലെ വരച്ചതിന് ശേഷം ഇത്രയും ഒരു പ്രൊസീജിയർ കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണെങ്കിൽ 5 മാർക്ക് ഫുള്ള് കിട്ടും. ട്രാൻസ്ലേഷൻ മനസ്സിലായല്ലോ, ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്ത് ജസ്റ്റ് ഞാൻ പ്രോബ്ലം ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ട്രാൻസ്ലേറ്റ് എ 2-dimensional rectangle as shown in figure by adding 4 units in x and 3 units in y. ഇവിടെ നമുക്ക് പഴയ പോയിന്റ്സ് നമുക്ക് ഓൾറെഡി ഈ ഒരു പിക്ചറിൽ നിന്ന് കിട്ടും, പക്ഷേ പുതിയ പോയിന്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. പകരം അവർ തന്നിട്ടുള്ളത് ട്രാൻസ്ലേഷൻ മെട്രിക്സ് ആണ്, അതായത് 4ഉം 3ഉം വെച്ചിട്ടുള്ള ട്രാൻസ്ലേഷൻ മെട്രിക്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ മെട്രിക്സ് ഒന്നിങ്ങനെ എഴുതിയെടുക്കാം. മെട്രിക്സ് എഴുതുമ്പോൾ 2 രീതിയിൽ എഴുതാൻ പറ്റും, അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറ്റും. നമുക്ക് നേരത്തെ എഴുതിയിരുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെർട്ടിക്കലായിട്ടാണ് എഴുതി പോയിരുന്നത്. അതായത് x1 y1 ഇങ്ങനെ വെർട്ടിക്കൽ, x2 y2 ഇങ്ങനെ വെർട്ടിക്കലാണ് എഴുതി പോയത്. നമുക്ക് വേണമെങ്കിൽ വേറൊരു തരത്തിലൂടെ എഴുതാം, പക്ഷേ ട്രാൻസ്ലേഷൻ്റെ കേസിൽ അത് വിഷയമല്ല. നമ്മൾ സ്കെയിലിങ്ങും അതുപോലെ റൊട്ടേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊരു വിഷയമാണ്. അതുകൊണ്ട് എപ്പോഴും ഒരേ ഫോർമാറ്റ് കീപ്പ് ചെയ്യാൻ പോവുക. ഈ ഫോർമാറ്റിനേക്കാൾ നല്ലത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് വൈ ഇങ്ങനെ പോകുന്നത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ ആ ഒരു തന്നെയാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ പറ്റാവുന്നുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ചിന്തിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എക്സുകളൊക്കെ ഒരു സൈഡിലേക്ക്, വൈകളൊക്കെ ഒരു സൈഡിലേക്ക്, അങ്ങനെയാണ് ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എഴുതണ്ട, ഇതുപോലെ തന്നെ എഴുതിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ മാറ്റിയിട്ട് ചെയ്യാം. സോ ഇനി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഈസി ആയിട്ട് നമ്മൾ ആ ഒരു പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ കോർഡിനേറ്റ്സ് വെച്ചിട്ട് മെട്രിക്സ് എഴുതി. എന്നിട്ട് നമ്മളിവിടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് 4 യൂണിറ്റ് ഇൻ എക്സും അതുപോലെ 3 യൂണിറ്റ്സ് ഇൻ വൈ ആണ്. അത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട് 4, 3 എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. ആ മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്തു, ഈ തന്നിട്ടുള്ള മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് പുതിയ ഒരു മെട്രിക്സ് കിട്ടി. ദാറ്റ് ഈസ് 5, 4, 8, 4, 8, 8, 5, 8 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. സോ നമ്മുടെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ആൻസർ കിട്ടിയാൽ മാത്രം പോരാ, നമ്മളിത് വരയ്ക്കാനും മറക്കരുത്, രണ്ടും നമുക്ക് വേണം. സോ പഴയ റെക്റ്റാങ്കിളും പുതിയ റെക്റ്റാങ്കിളുമായിട്ടുള്ള 2 പിക്ചേഴ്സ് നമ്മൾ വരച്ചതിന് ശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇതേ ഒബ്ജക്റ്റുകൾ തന്നെ, ഇതേപോലെയുള്ള 2D ഒബ്ജക്റ്റുകൾ തന്നെ നമ്മൾ വലുതാക്കുക, അതായത് സ്കെയിൽ ചെയ്യുക, അതുപോലെ റൊട്ടേറ്റ് ചെയ്യുക, അത്രയും ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ ചെയ്യും. അതിനുശേഷം ഈ 3D ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ട് നമ്മളൊരു ഐഡിയ പറയും. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് 2D ട്രാൻസ്ലേഷനെ പറ്റിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയും പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ ഒരു പ്രോബ്ലം നോട്ട് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട്. ട്രാൻസ്ലേറ്റ് ട്രയാങ്കിൾ ABC വിത്ത് കോർഡിനേറ്റ്സ് A11, B35, C13 about the origin by 3 units in x direction and 3 units in y direction. ഇവിടെ ഓൾറെഡി നമുക്ക് നേരത്തെ തൊട്ട് മുന്നത്തെ പ്രോബ്ലം പോലെ തന്നെ ട്രാൻസ്ലേഷൻ മെട്രിക്സ് തന്നുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വീട്ടിൽ ചെയ്യാം. അപ്പോൾ ഇതൊരു കാര്യം ചെയ്യുക, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, എന്നിട്ട് മെല്ലെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ആൻസർ ചെക്ക് ചെയ്തോളൂ. അപ്പോൾ ഇപ്പോൾ നോക്കണ്ട, ഫോൺ ഇവിടെ നിർത്തിക്കോളൂ, വീഡിയോ നിർത്തിക്കോളൂ, അത് വേണ്ടി ചെയ്തതിന് ശേഷം മാത്രം ബാക്കി കണ്ടാൽ മതി. ഓക്കെ, ഞാനൊന്ന് കാണിച്ചു തരാം. ആൻസർ ഇങ്ങനെയാണ് വരിക. ഫസ്റ്റ് നമ്മുടെ ലൈൻ്റെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിളാണ് പറഞ്ഞിട്ടുള്ളത്. സോ ട്രയാങ്കിളിൻ്റെ മെട്രിക്സ് നമ്മൾ ആദ്യം ഫോം ചെയ്തു, എന്നിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള ട്രാൻസ്ലേഷൻ മെട്രിക്സ് ആഡ് ചെയ്തു. സോ പുതിയ മെട്രിക്സ് കിട്ടി. അതിനുശേഷം നമ്മൾ ട്രാൻസ്ലേഷൻ പിക്ചർ വരച്ചിട്ടില്ല, പിക്ചർ വരച്ച് വയ്ക്കുക. അതോടുകൂടി നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നൊരു ഭാഗം നമുക്കിവിടെ ഫിനിഷായി കിട്ടി. ഓക്കെ, സോ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കാം. സോ അടുത്ത വീഡിയോ മൊഡ്യൂൾ 2 ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ ബൈ.